പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്തു വിളിച്ച വാക്ക് എന്താണ്? ഭോഷന്മാർ. യേശു ക്രിസ്തു തങ്ങളുടെ കൺമുമ്പിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ക്രൂശിതനായി. ഗലാത്യക്കാർ എന്തിൽ ആരംഭിച്ചിട്ടാണ് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ നോക്കുന്നത്? ആത്മാവിൽ. ആര് ദൈവത്തെ വിശ്വസിച്ചതാണ് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്? അബ്രാഹാം. വിശ്വാസമുള്ളവരാണ് ആരുടെ മക്കൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്? അബ്രാഹത്തിൻ്റെ. വിശ്വാസം വഴി ദൈവം ആരെ നീതീകരിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി കണ്ടത്? വിജാതീയരെ. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകുമെന്ന സദ്വാർത്ത നേരത്തെ ആരെയാണ് അറിയിച്ചത്? അബ്രാഹത്തെ. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് എന്തു പ്രഖ്യാപിക്കുന്നു? അനുഗ്രഹം. എന്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരുമാണ് ശാപത്തിനു വിധേയരായിരിക്കുന്നത്? നിയമാനുഷ്ഠാനത്തിൽ. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാത്തവനും പ്രവർത്തിക്കാത്തവനും ആരാണ്? ശപിക്കപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ ഒരുവനും നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നീതിമാൻ ഏതുവഴിയാണ് ജീവിക്കുക? വിശ്വാസം വഴി. നിയമത്തിൻ്റെ അടിസ്ഥാനം എന്തല്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്? വിശ്വാസം. ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നമ്മെ എന്തിൻ്റെ ശാപത്തിൽ നിന്നാണ് രക്ഷിച്ചത്? നിയമത്തിൻ്റെ. എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം എവിടെ തൂക്കപ്പെടുന്നവനാണ് ശപിക്കപ്പെടുന്നവൻ? മരത്തിൽ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടിയിരുന്നത്? വിജാതീയരിലേക്ക്. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും ആർക്കുമായിട്ടാണ്? അവൻ്റെ സന്തതിക്ക്. അബ്രാഹത്തിൻ്റെ സന്തതി എന്ന് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ക്രിസ്തുവിനെ. അബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? 430. ദൈവം അബ്രാഹത്തിന് പാരമ്പര്യ അവകാശം നൽകിയത് ഏതുവഴിയാണ്? വാഗ്ദാനം. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ ആരെ ആവശ്യമുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്? മധ്യവർത്തിയെ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ഏതിന് അധീനരാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? പാപത്തിന്. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നമ്മെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടാൻ നയിച്ച നമ്മുടെ പാലകൻ ആരായിരുന്നു? നിയമം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ്? ദൈവപുത്രന്മാർ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണെന്ന് വ്യക്തമാക്കാൻ വചനത്തിൽ പറയുന്ന ഒരു ജോഡി വ്യത്യാസം എഴുതുക. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ, അടിമയെന്നോ സ്വതന്ത്രനെന്നോ, പുരുഷനെന്നോ സ്ത്രീയെന്നോ.
അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവനു നീതിയായി പരിഗണിക്കപ്പെട്ടു. ഗലാത്യ 3:6. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. ഗലാത്യ 3:13. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഗലാത്യ 3:26. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഗലാത്യ 3:28.